അന്ന ഭാഗം 17. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് മുന്നോട്ട് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്സും കമൻസും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു കോളേജ് ദിവസം ലേഡീസ് ബാത്റൂം ബ്ലോക്കിനരികിലായുള്ള ലോക്കർ റൂമിനടുത്തേക്ക് നടന്നു പോകുന്ന അന്നയിൽ ദൂരെ നിന്നും അലീനയുടെ കണ്ണുകൾ ഉടക്കി. കാത്തിരുന്ന് വലയിൽ വീണ വേട്ടമൃഗത്തെ നോക്കുന്ന വേട്ടക്കാരനെ പോലെ അവൾ അന്നയെ രൂക്ഷമായി നോക്കി നിന്നു. തൻ്റെ കൂടെയുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളെയും കൂട്ടി അവൾ അന്നയെ പിന്തുടർന്നു. ലോക്കർ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാനൊരുങ്ങവേ പിന്നിൽ നിന്നും തന്നിലേക്ക് അടുക്കുന്ന കാലടി ശബ്ദങ്ങൾ കേട്ട അന്ന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കോപവും പകയും എരിയുന്ന കണ്ണുകളാൽ തന്നെ ലക്ഷ്യമാക്കി അടുത്തു വരുന്ന അലീനയെയും കൂട്ടുകാരെയും ഒരു ചെറിയ പതർച്ചയോടെ അന്ന തിരിച്ചറിഞ്ഞു. അവൾക്കരികിലേക്ക് നടന്നെടുത്ത അലീന ലോക്കർ റൂമിൻ്റെ വാതിൽ ശക്തിയായി തുറന്ന് അടുത്തുനിന്ന അന്നയെ ബലമായി അകത്തേക്ക് തള്ളിയിട്ടു. പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആഘാതത്തിൽ അന്ന തെറിച്ചു ചെന്ന് അകത്തെ ചുവരിൽ ശക്തിയായി ഇടിച്ചു. അലീനയും കൂട്ടുകാരും ലോക്കർ റൂമിനുള്ളിലേക്ക് കയറിയ ശേഷം വാതിലടച്ചു. അവിടെ അവരല്ലാതെ മറ്റാരുമില്ലെന്നുള്ള കാര്യം അന്ന തിരിച്ചറിഞ്ഞു. അലീനയുടെ ഈ വരവിൻ്റെ ഉദ്ദേശലക്ഷ്യം ഫെലിക്സ് എന്ന വ്യക്തിയെ സംബന്ധിച്ചാണെന്ന് മനസ്സിലാക്കാൻ അന്നയ്ക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. മറ്റൊരു പ്രശ്നത്തിന് വഴിയൊരുക്കാതെ പുറത്തേക്കിറങ്ങാനായി വാതിലിനരികിലേക്ക് നടക്കാൻ തുടങ്ങിയ അന്നയ്ക്ക് മുന്നിൽ അലീന വീണ്ടും വന്ന് തടസ്സം നിന്നു. ഞാൻ തെറ്റുകാരിയല്ല, ധൈര്യത്തോടെ ഈ അവസരത്തെ നേരിടേണ്ടിയിരിക്കുന്നു എന്ന ബോധം അന്നയിൽ വന്നു ചേർന്നു. അലീന, നീയും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒരിക്കൽ അയ്യർ സാറിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു തീർത്തതാ. വീണ്ടും മറ്റൊരു പ്രശ്നത്തിന് തുടക്കമിടാൻ ശ്രമിക്കരുത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. നീ മുൻപിൽ നിന്ന് മാറി നിൽക്ക്. എനിക്ക് പോകണം. അലീനയുടെ മുഖത്തേക്ക് നോക്കി അന്ന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എടി നിർത്തടി. നീയും ഞാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നീ ഇനി അറിയും ഈ അലീന ആരാണെന്ന്. ഫെലിക്സിൻ്റെ കാമുകി എന്ന ലേബലിൽ നീ നിന്ന് അധികം എന്നോട് കുരയ്ക്കാൻ നിൽക്കണ്ട. നാണമില്ലേടി നിനക്ക്? അവൾ വലിയ കാമുകി വന്നേക്കുന്നു. കയ്യും കലാശം കാണിച്ച് വലിയ വീട്ടിലെ പയ്യന്മാരെ വലവീശി പിടിക്കുന്ന നിന്നെപ്പോലുള്ള ഒരു തെരുവ് പെണ്ണിൻ്റെ വലയിൽ അവൻ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അലീനയുടെ ഓരോ വാക്കുകളും അന്നയുടെ ഹൃദയത്തെ വേദനയോടെ തുളച്ചു കയറി. അലീന, നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. നീ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പങ്കില്ല. ഈ ഒരു വിഷയത്തിൽ നിന്നോട് എനിക്കൊന്നും പറയാനില്ല. എന്താടി, നിന്നോടൊക്കെ പിന്നെ ഏത് ഭാഷയിലാണ് പറയേണ്ടത്? ആരോ കാമം തീർത്ത് വയറ്റിലുണ്ടാക്കി തെരുവിലെറിഞ്ഞ നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? ഒരു ഞെട്ടലോടെ അലീനയുടെ വാക്കുകൾ കേട്ട അന്നയുടെ ശരീരമാസകലം ഒരു പെരുപ്പനുഭവപ്പെട്ടു. അലീന സത്യങ്ങൾ മനസ്സിലാക്കി തന്നെ വാക്കുകൾ കൊണ്ട് ക്രൂരമായി വേദനിപ്പിക്കുന്നതോർത്ത് അവളുടെ കണ്ണുകളിൽ വേദനയുടെ കണങ്ങൾ നിറഞ്ഞു വന്നു. ചുറ്റും അവളെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന ബാക്കി മുഖങ്ങളെയും അന്ന വേദനയോടെ നോക്കി. എന്താടി നിന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ അവളുടെ മുതലക്കണ്ണീര്? നിന്നെപ്പറ്റിയുള്ള സകല കാര്യങ്ങളും അറിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് ഒറ്റക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ നീയായിട്ട് ഇതെല്ലാവരോടും മറച്ചു വെച്ചിരിക്കുന്നതേ ഒരു കണക്കിന് നല്ലതാ. പ്രത്യേകിച്ച് ഫെലിക്സിനോട്. അവൻ നിന്നോട് ദിവ്യപ്രേമം പൊഴിച്ച് നടക്കുമല്ലേ? ഇതുകൂടി അറിഞ്ഞാ പിന്നെ നിന്നോട് അവന് സഹതാപാകും. അതുകൊണ്ട് എൻ്റെ മോള് അതിനി അവനോട് പറയാൻ നിൽക്കണ്ട. നീ കേട്ടല്ലോ? അലീനയുടെ വാക്കുകൾക്കൊന്നും പ്രതികരിക്കാനാകാതെ അന്ന നിശബ്ദയായി അവർക്ക് മുന്നിലൊരു പരിഹാസപാത്രം പോലെ തലകുനിച്ചു നിന്നു. ഫെലിക്സിനെ ഇന്നും ഇന്നലെയൊന്നുമല്ല, വർഷങ്ങളായി അവനെ ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുവാൻ ഞാൻ. അവനെ സ്വന്തമാക്കാനുള്ള യോഗ്യത എന്തുകൊണ്ടും എനിക്കുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സിലെ സ്ഥാനം, അതാണ് ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്നതും. ഇതുവരെ മറ്റൊരു പെണ്ണിനോട് അവനൊരു അടുപ്പം തോന്നാതിരുന്നത് എൻ്റെ വിജയമായിരുന്നു. പക്ഷെ അവനിലേക്ക് എത്തിച്ചേരാനുള്ള എൻ്റെ പാതയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നീ തടസ്സമായിട്ട് വന്നു. ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടേ ഉള്ളൂ ഈ അലീന. നിന്നെപ്പോലൊരു തെരുവിൽ പിഴച്ചു പറ്റ സന്തതിക്ക് ഞാൻ വിട്ടുതരില്ല അവനെ. അലീന ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് അന്നയ്ക്ക് മുന്നിലേക്ക് വന്നു. അവളുടെ കഴുത്തിലേക്ക് ഇരു കൈകളും ചേർത്ത് അമർത്തിപ്പിടിച്ചു. പെട്ടെന്ന് അലീനയിലുണ്ടായ മാറ്റം അന്നയിൽ ഭീതി പടർത്തി. അവൾ സർവശക്തിയുമെടുത്ത് അവളുടെ കൈ വിടുവിച്ച് അവളെ തള്ളി ദൂരേക്കിട്ടു. നിശബ്ദമായ ആ ചുവരുകളിൽ തട്ടി അലീനയുടെ അട്ടഹാസത്തിൻ്റെ മുഴക്കം അന്നയിൽ ഭയം ജനിപ്പിച്ചു.
അലീനയിലെ കോപാഗ്നിയെ ചെറുത്തു നിൽക്കാൻ പാവം അന്നയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. വീണ്ടും അന്നയ്ക്കരികിലേക്ക് പാഞ്ഞെടുത്ത അലീന അവളെ മുടിക്കുത്തിൽ പിടിച്ച് ശക്തിയോടെ ഭിത്തിക്കരികിലേക്ക് തള്ളിയിട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ അന്നയുടെ തല ഭിത്തിയിൽ ശക്തമായ മുഴക്കത്തോടെ ചെന്നിടിച്ചു. അവളുടെ തലയ്ക്കുള്ളിൽ അതിശക്തമായൊരു പെരുപ്പ് അനുഭവപ്പെട്ടു. എന്തോ കുത്തിത്തുളയ്ക്കുന്ന വേദന പോലെ അവൾക്ക് തോന്നി. അന്ന ഇരു കൈകളും ഉയർത്തി തൻ്റെ തലയിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പിന്നിലേക്കാഞ്ഞ് ചുവരിലേക്ക് ചാരി നിന്നു. തൻ്റെ മുടിയിഴകളെ താണ്ടി മുഖത്തേക്കെന്തോ ചൂടുള്ള ദ്രാവകം ഒഴുകിയിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. തലയിൽ അമർത്തിപ്പിടിച്ചിരുന്ന കൈപ്പത്തികൾ താഴ്ത്തി അവൾ പാതി അടഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളുടെ രക്തത്തിൽ കുതിർന്ന വിരലുകളിലേക്ക് ഭയത്തോടെ നോക്കി. ചുവടുകൾ നിലത്തുറയ്ക്കാത്ത അന്ന ഒരു സഹായത്തിനായി അലീനയ്ക്ക് മുന്നിലേക്ക് തൻ്റെ അടഞ്ഞുപോയ മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് ദയനീയമായി നോക്കി. അന്നയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. പെട്ടെന്ന് ബോധം മറിഞ്ഞ് അവൾ നിലത്തേക്ക് ഊർന്നു വീണു. ഒരു ചിറകുടിഞ്ഞ ശലഭത്തെ പോലെ. പെട്ടെന്നുണ്ടായ അന്നയുടെ മാറ്റത്തെ വീക്ഷിച്ച അലീനയും കൂട്ടുകാരും സംശയത്തോടെ പരസ്പരം നോക്കി. തലയിലൂടെ അന്നയുടെ മുഖത്തേക്ക് ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ട് അവർക്കും പേടി തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഈ അവസ്ഥയിൽ ഇനിയും അവിടെ നിൽക്കുന്നത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ അവർ രക്തത്തിൽ കുളിച്ച് വേദന കൊണ്ട് പിടയുന്ന അന്നയെ വകവയ്ക്കാതെ ഉടൻ തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. എന്നിട്ട് വാതിൽ പുറത്തു നിന്നും പൂട്ടിയിട്ടു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.